friends, welcome back to my channel. It's me, Rajeev. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ടോപ്പിക്സും അതായത് IP എക്സാംസ് ഒക്കെ ഡേറ്റ് ഒക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം April 2 എക്സാം. അപ്പോൾ നമ്മൾ ഇനിയും തൊട്ട് കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. എന്തായാലും 95 അബോവ് ഉറപ്പായിട്ടും കിട്ടും. സോ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സെക്ഷൻസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് നോക്കിയാലോ സിലബസ്. ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ പുതിയൊരു ലെസൺ പ്ലാൻ ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോറി. അപ്പം നമ്മുടെ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് പഠിക്കാനുള്ള 4 ചാപ്റ്റേഴ്സാണ്. 4 ചാപ്റ്റേഴ്സിനുള്ളിൽ ഡേറ്റ ഹാൻഡ്ലിംഗ് യൂസിങ് പാൻഡാസ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 25 മാർക്സ് ആണുള്ളത്. ഓക്കെ, ഡേറ്റാബേസ് ക്വറി യൂസിങ് SQL അതിൽ നിന്നും 25 മാർക്സ്, അവിടെ തന്നെ 50 മാർക്സ് ആയി. പിന്നെ 2 തിയറി ചാപ്റ്റേഴ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും സൊസൈറ്റൽ ഇമ്പാക്ട്സും. ഈ 2 ചാപ്റ്ററിൽ നിന്ന് 10 മാർക്സ് വെച്ച്. നെറ്റ്വർക്കിങ്ങും സൊസൈറ്റൽ ഇമ്പാക്ട്സും തിയറി ആണെന്ന് കരുതിയിട്ട് പഠിക്കാതെ ഇരിക്കരുത്. അല്ല എക്സാമിൻ്റെ തലേദിവസം വെറുതെ വായിച്ചു വിടാമെന്നും കരുതരുത്. ഇപ്പം നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ എഴുതി കുറേ പ്രാക്ടീസ് ആയി കാണും. അപ്പം തന്നെ അറിയാമല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണ് ആ ചാപ്റ്ററിൽ നിന്ന്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിനേക്കാളും കൂടുതലും ഇൻഡയറക്റ്റ് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് തിയറി ചാപ്റ്ററിൽ നിന്ന്. 2 ചാപ്റ്ററിൽ കൂടി നമുക്ക് 20 മാർക്സ് ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് 1 മാർക്ക് പോലും നമ്മൾ മിസ്സാകാതെ നോക്കണം. മാത്രമല്ല സൊസൈറ്റൽ ഇമ്പാക്ട്സ് പോലെയുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കുറച്ച് ഫെമിലിയർ ആണ്. കാരണം നമ്മുടെ ഇപ്പോൾ കാണുന്ന ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അതിനകത്തെ മാർക്ക് കളയരുത്. പിന്നെ ഡേറ്റ ഹാൻഡ്ലിംഗ് യൂസിങ് പാൻഡാസും അതുപോലെ തന്നെ ഡേറ്റ വിഷ്വലൈസേഷനും, അതാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെക്ഷൻ വേണം കുറച്ചും കൂടെ കെയർ കൊടുത്ത്. കാരണം പൈത്തൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം നമ്മൾ പ്രോഗ്രാം ചെയ്താലും ഒരു ചെറിയ സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്ക് വന്നാൽ പോലും മാർക്ക് കളയുന്ന ഒരു സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നല്ല കൃത്യമായിട്ട് വേണം പഠിക്കാൻ. പിന്നെ MySQLൻ്റെ ചാപ്റ്ററിനകത്ത് കേസ് സെൻസിറ്റീവ് ഒന്നും അല്ലാത്തത് കൊണ്ട് ക്വരീസ് ഒക്കെ കറക്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ വരുന്നത് പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കലിന് 30 മാർക്സ് ആണ്. എല്ലാവരും ആ 30 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽസിന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അതിപ്പോൾ എന്തായാലും ജാനുവരി ആ ഒരു ടൈമിലേക്ക് പ്രാക്ടിക്കൽസ് ഷെഡ്യൂൾ ചെയ്യും സ്കൂളിൽ നിന്ന്. സോ പ്രാക്ടിക്കൽസ് എന്ന് പറയുമ്പോൾ 30 മാർക്സിൽ പാൻഡാസും അതുപോലെ മാത്പ്ലോട്ട്ലിബിൻ്റെയും പ്രോഗ്രാംസ് ഇപ്പോൾ നമ്മളത് വെക്കും. അതിന് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ SQL നിന്നുള്ള സെക്ഷനിൽ നിന്ന് 7 മാർക്സ് ഉണ്ടാകും. പിന്നെ നിങ്ങൾ റെക്കോർഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ഈ റെക്കോർഡിന് 5 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതിനിപ്പോൾ നമ്മൾ പറയുന്നത് 15 പ്രോഗ്രാംസ്, പാൻഡാസിൽ നിന്നുള്ള 15 പ്രോഗ്രാംസും അതുപോലെ മാത്പ്ലോട്ട്ലിബിൽ നിന്നുള്ള 4 പ്രോഗ്രാംസും മിനിമം വേണം. അതുപോലെ SQL നിന്നും 15 പ്രോഗ്രാംസ് ഉണ്ടാകണം. പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ റെക്കോർഡിനും ഇതേപോലെ മാർക്കുണ്ട്. 5 മാർക്സ് ആണ്. പിന്നെ ഫൈനലായിട്ട് വൈവ ഉണ്ടാകും. പ്രോജക്റ്റ് ബേസ്ഡ് ആയിരിക്കും മെയിനായിട്ട് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും സബ്ജക്റ്റ് വൈസിൽ വൈവ ഉണ്ടാകും. അപ്പം ആ രീതിയിൽ വേണം നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ +1 പഠിച്ച കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും റെക്കോർഡ് പ്രോഗ്രാംസും പ്രോജക്ട്സും ഒക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എവിടെ നിന്നും ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇങ്ങനെയാണ് മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് IP എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യണം. ഓക്കെ, ദെൻ നമ്മളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ CBSEയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ പറയുകയാണെങ്കിൽ ഇതിനകത്ത് മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്, അതായത് ഇപ്പോൾ ഫസ്റ്റ് തിയറി ചാപ്റ്റർ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ആണ്. അവിടെ നിങ്ങൾക്കറിയാം 5 സെക്ഷൻസ് ആണ് ഉണ്ടാവുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. സെക്ഷൻ A to E ഉണ്ടാകും. അതിൽ 18 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, MCQs ആണ്. അത് 1 മാർക്കാണ്. അപ്പോൾ മാർക്ക് പോകാൻ എളുപ്പമുള്ള ഒരു സെക്ഷനാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു വേണം അവിടെ ആൻസർ ചെയ്യാൻ. നെറ്റ്വർക്കിൽ നിന്ന് സെക്ഷൻ Aയിൽ തന്നെ നെറ്റ്വർക്കിൽ നിന്ന്
3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ സെക്ഷൻ എയിൽ ഞാനിപ്പോൾ എൻ എന്ന സൈഡിൽ കൊടുത്തിരിക്കുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. അപ്പം നെറ്റ്വർക്കിൽ നിന്നുള്ള സെക്ഷൻ എയിൽ കണ്ടേക്കുന്നത് ഇപ്പോൾ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സെക്ഷൻ ബിയിൽ നിന്ന് സെക്ഷൻ ബി എടുക്കുകയാണെങ്കിൽ സെക്ഷൻ ബിയിൽ 2 മാർക്സിൻ്റെ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 19th ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് സെക്ഷൻ ബിയിൽ നെറ്റ്വർക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ സെക്ഷൻ എയിൽ നിന്ന് 3 മാർക്സ് ആയി, സെക്ഷൻ ബിയിൽ നിന്ന് 2 മാർക്സ് ആയി. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 5 മാർക്സ് ആയി. പിന്നെ സെക്ഷൻ ഇയിലായിരിക്കും നെറ്റ്വർക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് എല്ലാ വർഷവും ചോദിക്കുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പഠിച്ച നെറ്റ്വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ 34ൽ തന്നിരിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനുള്ളിലാണ് ആ നെറ്റ്വർക്കിൻ്റെ ഡിവൈസ്, ടോപ്പോളജീസ്, ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല കെയർ കൊടുത്തിട്ട്, അതുപോലെ കേബിൾ ലേ ഔട്ട് ഡ്രോ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെക്ഷനാണ് ലാസ്റ്റ് സെക്ഷൻ. 34 മാർക്സിൻ്റെ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് ഏറ്റവും സെക്ഷൻ എയിൽ നിന്ന്. അടുത്ത ചാപ്റ്റർ ഇപ്പം നെറ്റ്വർക്കിൽ നിന്ന് ഇപ്പം സെക്ഷൻ എയിൽ നിന്ന് 3 മാർക്സ്, സെക്ഷൻ ബിയിൽ നിന്ന് 2 മാർക്സ്, സെക്ഷൻ ഇയിൽ 5, അങ്ങനെ ടോട്ടൽ 10 മാർക്സ് ഇപ്പം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ 10 മാർക്സിൻ്റെ സെക്ഷൻസ് ഇപ്പം കഴിഞ്ഞു. പിന്നെ അതേപോലെ സൊസൈറ്റൽ ഇമ്പാക്ട്സ്, അവിടെ നിന്നും 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് കൂടുതലും 5 മാർക്സ് സെക്ഷൻ എയിലാണ് ഇപ്പോൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് 1 by 1 അറിയാമല്ലോ, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് വന്നേക്കുന്നത്. അതിലെ 5 മാർക്സും വന്നിട്ടുള്ളത് സെക്ഷൻ എയിലാണ് സാമ്പിൾ ക്വസ്റ്റ്യനകത്ത്. സെക്ഷൻ ബിയിൽ നിന്ന് 2 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ സൊസൈറ്റൽ ഇമ്പാക്ട്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. സെക്ഷൻ ബിയിൽ സൊസൈറ്റൽ ഇമ്പാക്ട്സിൻ്റെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ് ആൻഡ് പാസീവ് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്. ദെൻ സെക്ഷൻ സിയിൽ 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സൊസൈറ്റൽ ഇമ്പാക്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സൊസൈറ്റൽ ഇമ്പാക്ട്സിൽ നമ്മളെ മിസ്റ്റേക്സ് ഒക്കെ വരുത്താൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വായിച്ചു നോക്കി വേണം ഇത് ആൻസർ ചെയ്യാൻ. അപ്പം അങ്ങനെ 2 തിയറി ചാപ്റ്ററിൽ നിന്നും ഇങ്ങനെ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്ഷൻ എയിൽ വരുന്നതാണ്, കാരണം അവിടെയാണ് MCQs വരുന്നത്. അവിടെ നിന്നും മാർക്സ് ഒന്നും തന്നെ, കാരണം അവിടെ നിന്ന് മാർക്ക് മിസ്സായാൽ 1 മാർക്ക് വെച്ചിട്ടാണ് പോകുന്നത്. സോ അതുകൊണ്ട് ആ ഒരു സെക്ഷൻ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ നമ്മളുടെ പാൻഡാസ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ, അത് സെക്ഷൻ എയിൽ നിന്ന് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക സാധാരണ. 4 മാർക്സിൻ്റെ അതിൽ തന്നെ ചിലപ്പോൾ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം നെറ്റ്വർക്കിൽ നിന്നാണെങ്കിൽ പോലും അസേർഷൻ റീസണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഈ MCQ ലെവലിലുള്ളതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് ലെവലിൽ നിന്ന്, ഏത് ചാപ്റ്ററിൽ നിന്നും അസേർഷൻ റീസണിൻ്റെ ക്വസ്റ്റ്യൻസ്, കാരണം 18 മാർക്സിൻ്റെ MCQs, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് CBSEയുടെ പുതിയ റൂൾ. അപ്പോൾ അതിനകത്ത് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ സെക്ഷൻ എയിൽ നിന്ന് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പാൻഡാസിനകത്തു നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ സെക്ഷൻ ബിയിൽ 6 മാർക്സിൻ്റെ 2 മാർക്സിൻ്റെ സെക്ഷനാണ് സെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇവിടെ നിന്നും ടോട്ടൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പാൻഡാസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ദെൻ സെക്ഷൻ സിയിൽ അഗെയിൻ 3 മാർക്കിൻ്റെ സെക്ഷനാണ്. അവിടെയും 3 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് ടോട്ടൽ 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് പാൻഡാസിൽ നിന്നും. പിന്നെ സെക്ഷൻ ഡി, അതായത് എല്ലാ സെക്ഷനിലും പാൻഡാസിൻ്റെ സെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ ഡി എന്ന് പറഞ്ഞാൽ 4 മാർക്സിൻ്റെ ആണ്. അവിടെ നിന്നും നമുക്ക് ചോദിച്ചിട്ടുണ്ട് പാൻഡാസിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ ഫ്രെയിമിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 32 ഒക്കെ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓർ ടൈപ്പിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ സെക്ഷൻ ഇയിൽ നിന്ന്
ചോദിച്ചിട്ടുള്ളത് ഡേറ്റ വിഷ്വലൈസേഷൻ്റെ ഒരു ഗ്രാഫാണ്. അത് 5 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ലെവലിലാണ്. അല്ലാതെ വിഷ്വലൈസേഷൻ്റെ സെക്ഷൻ വേറെ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടില്ല. സാധാരണ MCQയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുള്ളതിനകത്ത് 5 മാർക്സിൻ്റെ ഒരു ഒറ്റ ക്വസ്റ്റ്യനായിട്ടാണ് ഡേറ്റ വിഷ്വലൈസേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, എങ്കിലും നിങ്ങൾ 1 മാർക്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മളുടെ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാനത് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ മറക്കാതെ തന്നെ കാണണം. നമുക്ക് അങ്ങനെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് MySQL ആണ്. MySQL നിന്നും സെക്ഷൻ എയിൽ നിന്ന് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, MCQs ആണ്. അവിടെ നിന്ന് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് MySQLൻ്റെ വന്നിട്ടുള്ളത്. സെക്ഷൻ ബിയിൽ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 4 മാർക്സ്. സെക്ഷൻ ബി 2 മാർക്സിൻ്റെ ആണ്. 2 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടോട്ടൽ 4 മാർക്സ് ആണ് സെക്ഷൻ ബിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ സെക്ഷൻ സിയിൽ നിന്ന് വന്നിട്ടുള്ളത് 3 മാർക്സ് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 3 മാർക്സിൻ്റെ 26 ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് SQL ആണ്. അങ്ങനെ 3 മാർക്സിൻ്റെ ടോട്ടൽ 6 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻസ്. പിന്നെ സെക്ഷൻ ഡിയിൽ നിന്ന് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം വന്നിട്ടുണ്ട്. പിന്നെ സെക്ഷൻ ഇയിൽ നിന്നും 5 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഫുള്ളായിട്ട് 25 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് MySQL നിന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് MySQLും ഡാറ്റ വിഷ്വലൈസേഷനും പാൻഡാസും എല്ലാ സെക്ഷൻസിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നെറ്റ്വർക്കിങ്ങും സൊസൈറ്റൽ ഇമ്പാക്ട്സും കൂടുതലും സെക്ഷൻ എയിലും പിന്നെ BE ഇങ്ങനെയുള്ള ലെവലിൽ BC ഇങ്ങനെയൊക്കെ ഉള്ള ലെവലിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലെവലിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ബോർഡ് എക്സാമിന്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ ഇതിന് വേണ്ടിയിട്ട്, അതായത് ഓരോ സെക്ഷൻസും എടുത്ത് സെപ്പറേറ്റ് ഓരോ ചാപ്റ്റർ വൈസിലുള്ള ക്വസ്റ്റ്യൻസ്, MCQ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവും അങ്ങനെയുള്ള ലെവൽസ് എല്ലാം, അതുപോലെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ സെക്ഷൻസ് ഒക്കെ എടുക്കാം. ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ 100 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായിരിക്കണം നമ്മളുടെ എയിം. ഓക്കെ, സോ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് വീഡിയോ തൊട്ട്. അപ്പോൾ മറക്കാതെ എല്ലാ വീഡിയോസും കാണണം. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.